ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ചോദ്യം: ദൈവം എങ്ങനെയാണ് പഴയ നിയമത്തിൽ സ്വയം വെളിപ്പെടുത്തിയത്? ഉത്തരം: യൂക്കാറ്റ് 8. സ്നേഹം മൂലം ലോകത്തെ സൃഷ്ടിച്ചവനും മനുഷ്യർ തന്നിൽ നിന്ന് പാപത്തിലേക്ക് വീണുപോയാലും മനുഷ്യരോടുള്ള വിശ്വസ്തതയിൽ നിലനിൽക്കുന്നവനുമായ ദൈവമായി പഴയ നിയമത്തിൽ ദൈവം സ്വയം വെളിപ്പെടുത്തുന്നു. ദൈവം ചരിത്രത്തിൽ തന്നെ തന്നെ അനുഭവിച്ചറിയാനുള്ള സാധ്യത നൽകുന്നു. എല്ലാ ജീവജാലങ്ങളെയും രക്ഷിക്കുവാൻ വേണ്ടി നോഹയുമായി അവിടുന്ന് ഒരു ഉടമ്പടി സ്ഥാപിച്ചു. അബ്രഹാത്തെ അനവധി ജനതകളുടെ പിതാവ് ആക്കുവാനും ഉൽപ്പത്തി 17 അദ്ദേഹത്തെ ഭൂമിയിലെ എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കുവാനും വേണ്ടി വിളിക്കുന്നു. അബ്രഹാത്തിൽ നിന്ന് ഉത്ഭവിച്ച ഇസ്രായേൽ ജനം അവിടുത്തെ സവിശേഷ സ്വത്തായി തീരുന്നു. മോശയ്ക്ക് അവിടുന്ന് സ്വന്തം പേര് പറഞ്ഞ് സ്വയം വെളിപ്പെടുത്തി. അവിടുത്തെ നിഗൂഢാത്മകമായ നാമം യാവേ എന്നാണ്. സാധാരണയായി അത് ലിപ്യാന്തരണം ചെയ്യുന്നത് യാഹ്വേ എന്നാണ്. അതിന്റെ അർത്ഥം ഞാൻ ആകുന്നവൻ ആകുന്നു, അഥവാ ഞാൻ തന്നെ എന്നാണ്. അവിടുന്ന് ഇസ്രായേൽ ജനതയെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കുന്നു. സീനായ് മലയിൽ അവരുമായി ഉടമ്പടി സ്ഥാപിക്കുന്നു. മോശയിലൂടെ അവർക്ക് നിയമം നൽകുകയും ചെയ്യുന്നു. മാനസാന്തരപ്പെടുവാനും ഉടമ്പടി നവീകരിക്കുന്നതിനും വേണ്ടി തന്റെ ജനത്തെ ആഹ്വാനം ചെയ്യാൻ ദൈവം വീണ്ടും വീണ്ടും അവരുടെ അടുക്കിലേക്ക് പ്രവാചകന്മാരെ അയക്കുന്നു. ദൈവം നവീനവും ശാശ്വതവുമായ ഒരു ഉടമ്പടി സ്ഥാപിക്കുമെന്നും അത് മൗലികമായ നവീകരണവും സുനിശ്ചിതമായ രക്ഷയും നൽകുന്നതായിരിക്കുമെന്നും പ്രവാചകർ പ്രഘോഷിക്കുന്നു. ഈ ഉടമ്പടി എല്ലാ മനുഷ്യർക്കും വേണ്ടി ഉള്ളതായിരിക്കുമെന്നും അങ്ങനെ ദൈവം പഴയ നിയമത്തിൽ സ്വയം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു.